CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹർഷകുമാർ 24-നൊപ്പം ചേരുകയാണ്. ഈ CITU ആശാ വർക്കർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവമായി സമരമുഖത്ത് ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തിൽ വിപരീത നിലപാടാണ് ഈ വിഷയത്തിൽ CITU ഉള്ളത്. ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു നിലപാടുമായി സമരത്തിന് വരുന്നത്? നമ്മുടെ രാജ്യത്ത് ഈ ആശാപ്രവർത്തകർ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായത് UPA ഗവൺമെൻറ് കാലത്താണ്. UPA കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയിൽ UPA ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ആരോഗ്യ മേഖലയിൽ ഇത്തരം വലിയ ജനകീയ ഇടപെടൽ വേണമെന്നുള്ള ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ തുടങ്ങിയത്. ലക്ഷക്കണക്കിന് വോളണ്ടിയേഴ്സാണ് ഇന്ത്യയിലെമ്പാടുമായി അവർ വിന്യസിച്ച്, കാരണം ആരോഗ്യ മേഖലയിലേക്ക് ഈ കടന്നില്ലാത്ത സ്ഥലങ്ങളിലൂടെ എത്തിപ്പെടാൻ വേണ്ടി. കേരളത്തിലന്ന് VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി. തുടക്കകാലത്ത് 300 രൂപയാണ് അവരുടെ ഓണറേറിയം. ആ 300 രൂപ ഓണറേറിയം VS അച്യുതാനന്ദൻ ഗവൺമെൻറ് ഇറങ്ങിപ്പോകുമ്പോൾ 500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അത് CITU VS അച്യുതാനന്ദൻ ഇടതുപക്ഷ നേതാവായ CPM നേതാവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് സമരം പാടില്ല എന്ന നിലപാടെടുത്തില്ല, സമരം ചെയ്ത് നേടിയതാണ്. അതിനുശേഷം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും, ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VS ശിവകുമാർ ആരോഗ്യമന്ത്രിയായി വന്നു. അതൊരു1000 രൂപ ആക്കുന്നതിന് വേണ്ടി ആ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്ന സമരം മന്ത്രി തിരിഞ്ഞു നോക്കാതിരുന്നതും, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള ആളുകളന്ന് അസംബ്ലിയിൽ എത്ര അപഹസിച്ചതിനെപ്പറ്റി സംസാരിച്ചു. അന്നൊന്നും കാണാത്ത കുറേ ആളുകളാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇത് ആരുടെയാണ് ഈ സ്കീം? കേന്ദ്ര ഗവൺമെൻറ് സ്കീമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കീമുകളിലുള്ളതാണ് അംഗൻവാടി, ആശ, NHM, അതേപോലെ തന്നെ സ്കൂൾ പാചക തൊഴിലാളി തുടങ്ങിയതെല്ലാം തന്നെ. ഇതിൻ്റെ ഫണ്ട് അനുവദിക്കാൻ ബാധ്യതയുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ അവരുടെ ഓണറേറിയം പരിശോധിച്ച് നോക്കിയേ. ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഓണറേറിയം 7000 രൂപ ഉൾപ്പെടെ 13,200 രൂപ വരെ മിനിമം ഏതാണ്ട് ശരാശരി എല്ലാ ആശാവർക്കർമാർക്കും കിട്ടുന്ന ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ CITU നേതൃത്വത്തിൽ ആശാവർക്കർമാർ അവർക്കൊരു മിനിമം ആഹാരം കഴിക്കാനുള്ള തുകയ്ക്ക് വേണ്ടി സമരം ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അപ്പോൾ നടക്കുന്ന ഒരു വ്യാജ സമരം എന്നാണ്. സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിങ്ങൾ ഈ മാധ്യമങ്ങളിൽ പലരും ഒരു 2 ആഴ്ച മുമ്പ് നടന്ന സമരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അവിടെയാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയുള്ളത്. ഇപ്പോൾ നടക്കുന്ന സമരത്തിൻ്റെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ കാരണം എന്താ? NHMന് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് 100 കോടി കുടിശ്ശിക വരുത്തി കേന്ദ്രം. ഒരു വർഷക്കാലമായി 12 മാസമായി പൈസ കൊടുക്കുന്നില്ല. സ്വാഭാവികമായും വെക്കേണ്ട മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനം ഏതാണ്? കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് തരേണ്ട ഇൻസെൻറ്റീവ് പണം തരണമെന്നൊരു അവരുടെ ബാനറിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണ്ടേ, ഒന്ന് പറയണ്ടേ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെന്താ വിഷയം? ഞങ്ങൾ പറയുന്നത്, ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇത് കേന്ദ്ര പദ്ധതിയാണ്, ഈ പദ്ധതിക്കെതിരെ സമരം ചെയ്യേണ്ട ഡൽഹിയിലാണ്, ഡൽഹിയിൽ സമരം ചെയ്യാൻ നിങ്ങളോടൊപ്പം ഞാൻ വരാം. ഇത് പറയാൻ ആർജവം കാണിച്ചൊരു മന്ത്രിയും ഗവൺമെൻറ്റുമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ നിന്ന് 19 UDFൻ്റെ MPമാരുണ്ട്. ഒരാൾ പാർലമെൻറ്റ് ഇതിനെപ്പറ്റി മിണ്ടുന്നോ? ഏതെങ്കിലും ഒരു മാധ്യമം അവരോട് ചോദിക്കുന്നു? ഇന്ത്യ രാജ്യം ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഇത് കൊടുത്തത് എന്ന് മാത്രമല്ല, ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞു ഇത് ഇപ്പോൾ കൊടുക്കുന്ന 13,200 തന്നെ ഒട്ടും പര്യാപ്തമല്ല, അതൊരു മനുഷ്യന് ജീവിക്കാൻ പര്യാപ്തമല്ല, അവർക്ക് കൂടുതൽ കൂട്ടി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. 57,000 കോടി രൂപ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് തരാതെ പിടിച്ചു വച്ചിരിക്കുന്നു. എന്താ ഈ സമരത്തിലുള്ള ഒരാളും പറയാത്ത? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ ആശാവർക്കർമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച മുമ്പ് CITU തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 2 ദിവസം നടത്തിയ സമരം, 2-ാം ദിവസം ആ സമരത്തെ ചർച്ചയ്ക്ക് വിളിച്ച് പരിഹരിച്ചു. ഇന്ന് നിങ്ങൾ പത്തനംതിട്ട ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? പത്തനംതിട്ടയിൽ ആകെ 1050 ആശാവർക്കർമാരുള്ളത്. അതിലിപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് 780-800-നടുത്താണ്. ഇന്ന് ഏതാണ്ട് 640-ലേറെ ആളുകളാണ് ആശാവർക്കർമാർ അവിടെ മാർച്ച് ചെയ്തത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുക. എന്തേ തിരുവനന്തപുരത്തെ ഈ സമരപ്പന്തലിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ? ആശാവർക്കർമാർക്ക് പകരം പലയിടത്തും മഹിളാ കോൺഗ്രസ്സുകാരെ കൊണ്ടിരുത്തിയാണ്. യഥാർത്ഥ ആശാവർക്കർമാർക്ക് പ്രശ്നമില്ല. യഥാർത്ഥ ആശാവർക്കർമാർക്ക് അറിയാം അവരുടെ ജീവിതത്തെ ഇത്തരത്തിൽ മെച്ചപ്പെടുത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണെന്ന് നല്ല ധാരണയുണ്ട്. ഇന്ന് പത്തനംതിട്ടയിൽ നടന്ന ഒരു പരിപാടിയിൽ ഈ മിനിക്കെതിരെ ചേട്ടൻ്റെ ഒരു കീടപരാമർശം ഒരു സാധനം ഉണ്ടായിരുന്നു. ചെറിയ വിവാദമൊക്കെ ആയിട്ടുണ്ട്, ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് പലയിടങ്ങളിലും. ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ ആ പരാമർശത്തെ ഒരിക്കലും ഒരു സ്ത്രീയെ നെഗറ്റീവായി പറഞ്ഞതല്ല. ഈ സ്ത്രീ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ്, അവരുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയില്ലായ്മയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്.
എപ്പോൾ BJP എവിടെ അപകടത്തിലാവുന്നു അവിടെ രക്ഷകരായി എത്തുന്ന ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. എന്തേ SUCI എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് നിഷേധിച്ചതിന് ഒരൊറ്റ മുദ്രാവാക്യം എഴുതി വെക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവരുടേത് കേരളത്തിൽ ഈ ആശാവർക്കർമാരെ ഇത്രയും സഹായിച്ച, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സമരത്തിനകത്ത് INTUസിയുടെ കൊടി കണ്ടിട്ടുണ്ടോ? STUവിൻ്റെ കൊടി കണ്ടിട്ടുണ്ടോ? ഈ SUCI എന്ന് പറഞ്ഞ കോടാലിക്കയെ ഉപയോഗിച്ചാണ് അവരെല്ലാം ഇതിന് നടക്കുന്നത്. SUCIയെ പറ്റി ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ ഉറച്ചിരിക്കുക. അവരുടെ എന്താ കാര്യം? അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ താങ്കൾ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമരമുഖത്ത് അവരെ കാണാറുണ്ടോ? പക്ഷേ ഒരു ഇടത് സംഘടനയാണെന്നാണ് പറയുന്നത്. ഇടത് സംഘടനയുടെ നാട്യത്തിലുള്ളവരാണ് അവർ. കമ്മ്യൂണിസ്റ്റെന്നും സോഷ്യലിസ്റ്റെന്നും ഒക്കെ പേരിൻ്റെ കൂടെ എഴുതി വെച്ച് നടക്കുന്നതല്ലാതെ അവരെപ്പോഴും ബംഗാളിൽ നമ്മൾ കണ്ടതാണ് BJPക്ക് ആപത്ത് വന്നിടത്തെല്ലാം BJPയുടെ രക്ഷകരാണ്. അവരെവിടെയും അതുതന്നെയാണ്. അവർ ഈ പുരോഗമനത്തിൻ്റെ നാട്യം പറഞ്ഞ് നടക്കുകയല്ലാതെ പുരോഗമനത്തിൻ്റെ യാതൊരു ലക്ഷണവും ഈ ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞത് ടിന്ന് കുലുക്കി പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും അത് തന്നെയാണ്. CPM അവരപ്പോൾ ഉടനെ തിരിച്ചു ചോദിച്ചു, CPM ബക്കറ്റ് കളക്ഷൻ്റെ ആൾ. ഞങ്ങൾ ബക്കറ്റ് കളക്ഷൻ നടത്തിയിട്ടുണ്ട്, പക്ഷേ നടത്തിയിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങളുടെ എവിടെയെങ്കിലും SUCIക്കാരനെ ഒരു സമരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതേപോലെ നുഴഞ്ഞു കയറി നടത്തുന്ന വ്യാജപ്രചരണവുമായി നടത്തുന്ന സമരമല്ലാതെ ആശാവർക്കർമാരുടെ പിന്തുണ അവർക്കുണ്ടോ? ഇന്നിപ്പോൾ അവർ പറയുന്നത് കേട്ടു CI2വിന് അങ്കലാപ്പാന്ന്. ഒരു അങ്കലാപ്പ് CI2വിനില്ല. ഇന്ന് CI2 കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്നലെ ഇന്നുമായിട്ട് തെളിയിച്ചു ആശാവർക്കർമാർ ആരുടെ കൂടെയാണ്. ആ സമരപ്പന്തലിരിക്കുന്നവരുടെ കൂടെ ആശാവർക്കർമാരില്ല. ആശാവർക്കർമാർക്ക് നല്ല ധാരണയുണ്ട് ആരാണ് അവരുടെ ജീവിതത്തിൽ സഹായി, ആരാണ് ദ്രോഹി എന്ന നല്ല ധാരണ അവർക്കുണ്ട്.